കാര്യം ചോദിച്ചോട്ടെ? അതെ, ഇവിടെയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എത്ര രൂപ കാണും? 1000 രൂപ കാണും. ഓഹോ, അപ്പൊ 10 ലക്ഷം രൂപക്ക് ഗ്രാമം മുഴുവൻ വാങ്ങാം. അയ്യോ, അതേടാ, 10 ലക്ഷം രൂപയ്ക്ക് ഈ ഗ്രാമം ഇതിനപ്പുറത്തെ ഗ്രാമം കിട്ടും. അയ്യോ, പ്രശ്നമായി. അയ്യോ, ഇതൊന്ന് വേഗം കരക്കടുപ്പിച്ചേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. നിന്നെ ഞാൻ പലടുപ്പിച്ച് ഇവിടെ ബ്രേക്ക് ഇവിടെ തന്നെ. നിക്കടാ അവിടെ. ഞങ്ങളെ പറ്റിക്കാതെ ചില്ലറ കന്നാലി. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളോട് പറയാൻ എന്താ വന്നേ? എന്നോട് പറയാൻ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു പാല, നമ്മൾ തമ്മിൽ ഒരു ഉടക്ക് വേണ്ട. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന ഭംഗിയായിട്ട് ഈ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോവാം. പിന്നെ വേറൊരു കാര്യം, ആരവളെ കൊല്ലുന്നുവോ അവൻ 5 ലക്ഷം രൂപ, ബാക്കി 5 ലക്ഷം രൂപ നമുക്ക് തിരിച്ചെടുക്കാം. ആര് വന്നാലും 5 ലക്ഷം രൂപ ഗഫൂർക്കാ. പതുക്കെ പറ. ആരെങ്കിലും കേട്ടാൽ അവന്മാർ നമ്മളെ മയ്യത്താക്കി 10 ലക്ഷം റുപ്യ കൊണ്ട് അവർ മുങ്ങും. ഇനിയിപ്പോ മാറാശ്ശേരി മന എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ബാല, ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഇവന്റെ വൃത്തികെട്ട മോന്ത കണ്ടാൽ അറിയാം. ഈ എന്തുട്ടാ ചവി നോക്കി പേടിപ്പിക്കണേ? ഇവൻ അണ്ണാച്ചി എന്നാ തോന്നുന്നത്. ഇത് തമിഴ്നാടാണോ? ഇവന്റെ മോന്ത കിട്ടിട്ട് പൂശാലോ? വേണ്ട ബാല, നമ്മൾ ആരാ? என்ன உங்களுக்கு தெரியாத மாதிரி உங்களை எனக்கு தெரியாம நினைச்சுட்டாங்க. எனக்கு எல்லாமே தெரியும். நீங்க സീരിയൽ പിടിക്കാൻ വന്നവ താനേ? അല്ലാതെ നിങ്ങളെ സീരിയൽ പിടിക്കാൻ വന്ന നിർമ്മാതാവല്ലേ? എനിക്കെല്ലാം അറിയാം. ബാല, ഇവനാണോ നമ്മൾ ഇങ്ങോട്ട് വരുത്തി? ഞാൻ എന്തിനാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ആലോചിക്കുമായിരിക്കും. ലേശം അഭിനയമോഹമുണ്ട്. നിങ്ങളത് എനിക്ക് സാധിച്ചു തരണം. അല്ല, നമ്മൾ ശരിക്കും ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ലൊക്കേഷൻ, പിന്നെ ഡീറ്റെയിൽസ്. കം ഓൺ, ഫോളോ മീ. നീ ഇങ്ങനെ കണ്ണ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാറാശ്ശേരി മന. ഞാൻ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ ഭർത്താവ് നീലകണ്ഠൻ. ഇവനാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. ഇവനിട്ട് പൂശാതെ പറ്റില്ല കേട്ടോ. വേണ്ട ബാല, നമ്മളൊരു നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഓർക്കണം. എന്നെ കണ്ട എല്ലാവർക്കും സംശയ. ഞങ്ങൾക്കും. സത്യം പറയാലോ, ഞാൻ ക്രോസ. വടക്കേ മനയിലെ തിരുമേനിക്ക് അടിച്ചു കളിക്കാനുണ്ടായതാ. അതാ ഷേപ്പ് ഇങ്ങനെയായി പോയത്. അതൊക്കെ പറയാൻ തന്നെ മനസ്സിലായി. അയ്യോ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഏം വഴി തനീ വഴി. എന്താ ഇത്ര കാണാൻ? കേറിപ്പോടിയകത്ത്. ഷോറൂം ഇങ്ങനെയാണ്, ഗോഡൌൺ എങ്ങനെയൊക്കെ ഇഷ്ടം. ഉമ്മക്ക് ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാലോ? സംഗതി കുഴപ്പമായി എന്നാ തോന്നണേ. ഇനി തമ്പ്രാക്കന്മാരൊരു പട എന്നെ അങ്ങോട്ട് വരും. നീ ഇതൊന്ന് പിടി. അവരെത്തിയോ? എങ്കിൽ അയാളെ വിളിക്കൂ. അയാൾ എവിടെ? അയാൾ കഥ എഴുതുകയാണ്. സാറേ, സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞല്ലോ തെണ്ടി. അയ്യോ, അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ.
ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീരിൽ എം ആർ രാധയെ പോലെ കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ പ്രൊഡ്യൂസറും നടന്മാർ പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാർ അതല്ല സാർ. സോങ്ങിന്റെ കാര്യല്ലേ? അത് ഓൾറെഡി 3 പാട്ടായി കഴിഞ്ഞു. 2 പാട്ട് നിനക്കാ. സാറേ അതല്ലെന്ന്. നായികയുടെ കാര്യല്ലേ? അത് മിക്കവാറും മനീഷ കൊയ്രാലായിരിക്കും. സാർ പ്രൊഡ്യൂസർ നടന്മാരും വന്നെന്ന്. പ്രൊഡ്യൂസറും നടന്മാരും വന്നു. ഇപ്പൊ ഫസ്റ്റ് വള്ളത്തിൽ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പാൻസ് എവിടെ? അയ്യോ, ഇത് ബാഗാണോ? അല്ല ഷാർപ്പനങ്ങോട്ടാ. എടാ, കഥ എഴുതാൻ മൂട് വരണമെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് പോകണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. അപ്പൊ എന്റെ ക്യാരക്ടർ. നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. സാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. സാറിന് ഞാൻ വിടില്ല. നിക്കടെ കയ്യില. എന്നെ വിടറ. ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എന്നെ വിടാന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കഥ ഒന്ന് അവസാനിക്കില്ലോ. അയാൾ വന്ന് കഥ പറഞ്ഞപ്പോ മാറാശ്ശേരിക്കാരുടെ കഥയുമായി സാമ്യം തോന്നിയോണ്ടാ ഞാൻ ഷൂട്ടിങ്ങിന് സമ്മതിച്ചത്. നല്ല കഥ. നിങ്ങളുടെ കഥാകൃത്ത് മിടുക്കനാ. അഹങ്കാരം ലെവലേശില്ലാട്ടോ. ഈ കിഴവനിട്ടൊരു പൂശിയാലോ. നിന്റെ കാര്യം ഞാൻ പിടിക്കാം. പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരിപ്പാല. അയാൾ ധാരാളം ചെറുകഥകൾ എഴുതിട്ടത്രേ. ഒക്കെ വായിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോലവും സീരിയൽ ഷൂട്ടിംഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തതാ. പിന്നെ കുട്ടികൾക്കൊരു നേരം പോയി കാട്ടെന്ന് വിചാരിച്ച് നാം അങ്ങോട്ട് സമ്മതിച്ചു. കല്ലൂർക്കാടൻ നിർമ്മാതാവാണല്ലേ? അതെ. ഇതിനു മുമ്പ് എത്ര സീരിയൽ പിടിച്ചു? ഓ അങ്ങനൊന്നുമില്ല. ആരെങ്കിലും കൊട്ടേഷൻ പിടിച്ചാ പോവും. ഒരു 10-15 പിടിച്ചു കാണും. അല്ല, ഇടയ്ക്കെന്തോ കൊട്ടേഷൻ ഒരു വാക്ക് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ഈ നിർമ്മാണത്തിന് കൊട്ടേഷൻ എന്നാ പറയാ. ആ ദേ വന്നല്ലോ. ബാഗ് ഇങ്ങോട്ട് എടുക്കില്ല. ഇതാണ് ഈ പ്രൊഡ്യൂസർമാരെ ഏറ്റവും വലിയ കുഴപ്പം. വരാന്ന് പറഞ്ഞിട്ട് വരില്ല. ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ ഷൂട്ടിംഗ് നടക്കണ്ടേ? തിരുമേനി, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് ഒരു കൃത്യനിഷ്ഠ ഇല്ല, ഒരു ശുഷ്കാന്തി ഇല്ല, ഒരു ഭവ്യത ഇല്ല. യൂണിറ്റ് ബുക്ക് ചെയ്തോ. നിനക്ക് ഞാൻ ആംബുലൻസ് ബുക്ക് ചെയ്തോണ്ടാ. അപ്പോഴേക്കും നായിക അഡ്വാൻസ് കൊടുത്തോ? എല്ലാ അഡ്വാൻസും ഇന്ന് രാത്രിക്കുള്ളിൽ നിനക്ക് ഞങ്ങൾ തീർത്ത് തരാടാ. തിരുമേനി, ഞങ്ങൾ ഇറങ്ങട്ടെ. കഥാകൃത്തുമായിട്ട് സംഘടന രംഗത്തെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാണ്ടേ? ആയിക്കോട്ടെ. അതേ പറ്റി നീലേണ്ട, തിരുമേനി ഔട്ട് ഹൗസ് വാ, കാണിക്കൂ. വാ, വാ, വാ. അമ്മി, ഞാൻ പിച്ചരുത്. പടത്തണ്ടി. ഇത് നന്ദിനി കുട്ടി. ഏട്ടന്റെ 2ാമത്തെ മോളാ. ബാംഗ്ലൂരിൽ MBA പഠിക്കുന്നു. ഇപ്പൊ സ്റ്റഡി ലീവിന് വന്നതാ. ഇവരൊക്കെ വലിയേട്ടൻ പറഞ്ഞില്ലേ സീരിയലുകാർക്കാരാ. ആ. ഇത് നിർമ്മാതാവ് ബാലൻ. അതെ. ഇത് കഥാകൃത്ത്. ഇവരൊക്കെ നടന്മാരാ. ഞാനും. 2 മാസം ഞാൻ ഇവിടെ കാണും. നായികയെ കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ ചെയ്തോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ വേഷം വേണോ നിർബന്ധമില്ല. ചെറുതായാലും ഓക്കെ. പ്രൊഡ്യൂസർ ആണല്ലേ? അതെ. പ്രൊഡ്യൂസറെ സോപ്പിട്ട പിന്നെ സംഗതി ഓക്കെ. സർ, എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഇപ്പൊ അടിച്ചു. ആ, വാ, 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 വാ. അല്ലട്ടാ, ഞാൻ ആദ്യം ഈ വീട്ടിൽ കയറി പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ തറവാന്റെ പടി ഓട്ടാൻ പറ്റുമായിരുന്നോ? നിങ്ങളെ എന്നെ തല്ലിയിട്ട് കാര്യമില്ല. എന്നെ കൊല്ലണം. നിങ്ങൾ എന്നെ കൊല്ലണം. അല്ലെങ്കിൽ ഞാൻ ആ തിരുമേനോട് പോയിട്ട് പറയും നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലാൻ വന്ന കൂലിത്തല്ലേരാന്ന്. പറയണോ പോയിട്ട്? ഞാൻ പറയും. ചെന്ന് പറ. തിരുമേനിയേ, തിരുമേനിയേ. ആഹാ, ബാലേട്ടാ, നമ്മൾ 4 പേരും ഒറ്റക്കെട്ടായി നമ്മൾക്ക് അവളെ നിസ്സാരായിട്ട് കൊല്ലാം. കിട്ടുന്നത് 50-50. ഒരു 50-50 വേണ്ട. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ടായിരുന്നു എന്റെ വൈഫ് ഹൗസാ. വൈഫ് ഹൗസ് അല്ല, എന്റെ മൂത്താമ്പനെ പോരാ. മര്യാദക്ക് ഇവിടെ ഇറങ്ങാന്നല്ലേ. ഞാൻ തിരുമേനോട് പോയി പറയും കഥാകൃത്ത് മയ്യത്തായിന്ന്. മയ്യത്തായി എന്റെ മൂത്ത. നമ്മളെല്ലാം ഒറ്റക്കെട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാ. ഒരാൾ അങ്ങോട്ട് പോയി. ഞാൻ പരമേശ്വരക്കുറുപ്പ്, മാറാശ്ശേരിയിലെ മൂത്തളിയൻ. ഇവൻ ഇളയളിയൻ. ഈ കഥയിൽ ഞങ്ങളെ കുറിച്ച് വല്ല മോശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടിക്കളെ ഞങ്ങള്. നീ കുറെ ഒലത്തും. ബാലൊരു പൂശ ഉണ്ടല്ലോ. തക്കാളിപ്പത്തെ ലോറി കയറി വേണ്ട ബാല.
നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? അത് ആളെന്നെ പ്രൊഡ്യൂസർ. നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നോ? കണ്ടോളാം കണ്ടോളാം. കാണാവിടാ, നടക്കടാ. ഇവനെ ഏതാണ്ടാ? അതെ ബാല, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളായിരിക്കും ചിലപ്പോ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചേ. മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ പോകുന്നത് ആരാടാ? ആരാണെന്നാ ചോദിച്ചത്? അയ്യോ ഞങ്ങളല്ല, ഇവനാണ് ഇവൻ. ഇയാൾ നീ കഥ ആണോ? എഴുതുകയാണ്. നിന്റെ കഥ. ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ. കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ബാലേട്ടാ, ഞാൻ വാതിലടക്കട്ടെ? വാളടക്കണ്ട ഷാഫിയെ, ഇനി ആൾക്കാർ വരും പൂശാൻ. ഇരിയവിടെ. ആരാണ്ട നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കുഞ്ഞുണ്ണി. പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കാൻ കന്നാലി. അതെ. അതെയോ? അയ്യോ അല്ല. പൊട്ടണ ബാലേട്ടാ, ഊമയാണെന്ന്. അയ്യോ അല്ല, ഇത് പ്രേതാ. ഏതോ? ആ, ഒരു ദുർമരണം നടന്ന തറവാടായത്. വലിയ തിരുമേനിയുടെ മരിച്ചുപോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ദേ ആ വടക്കുപുറത്തെ കുളത്തിൽ വീണ മരിച്ചത്. പാവം നല്ല തിരുമേനിയായിരുന്നു. ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല. ഹോമങ്ങൾ ഒരുപാട് നടത്തി, പക്ഷെ ഫലം ഉണ്ടായില്ല. രാത്രി ആയാൽ ഈ തറവാട്ടിൽ ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഓഹോ, അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല. ഇല്ലട കടി. അതെ. അതെയോ? അയ്യോ അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക. വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ. തിരുമേനി വിടണ്ടേ? ഞാനിപ്പോ ഒരു പാട്ട് കേട്ടു. ആ, കൊട്ട് കേക്കാൻ മേല. ഞാനിപ്പോ ഒരു പാട്ട് കേട്ടില്ലെന്ന്. ഏ? ചെവിയും കേട്ടൂടെ, അത് കൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി. അതാരാ പാടിയേന്ന്? ആഹാ, അതോ? അത് യമുന തമ്പുരാട്ടിയാ. ആ, പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ച പിന്നെ അങ്ങനെയാ, എപ്പോഴും പാടും. രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന. കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല. ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും. അപ്പോഴാ പാട്ട് പാടുന്നു. ആട്ടെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്. ആണോ? ചിരിക്കലടാ. ഇതെന്തൊരു പൊടിയായത്? ഈ പൊടിക്ക് 100 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കശു മാങ്ങിയാൽ വാറ്റിയതാണെന്ന് പറഞ്ഞിങ്ങനെ വലിച്ചു കയറ്റണ്ട. കൊടുക്കാൻ കിഷ്ണി പോകും. ഒന്നൂടെ ഒഴിക്കടാ കന്നാലി. നല്ല സ്വയംപ സാധന. അതേ, എന്റെ വേഷത്തിന്റെ കാര്യം ഓർത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത്. വലിയ തിരുമേനി അറിഞ്ഞാൽ എന്റെ തല പോവും. വലിയ തിരുമേനി വീശാറുണ്ടോടാ? കഴിക്കുമായിരുന്നു. ഉണ്ണിക്കുട്ടനുള്ള കാലത്ത്. ഉണ്ണിക്കുട്ടൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരും. നമ്മുടെ നാടനല്ല, ഫാറിൻ. പിന്നെ രണ്ടാളും കൂടിയ ഡാൻസായി, പാട്ടായി. ലേശം എനിക്കും തരൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയി, എല്ലാം പോയി. ആടുന്നാണപ്പോ ഈ മൃദംഗം. ഉണ്ണിക്കുട്ടന്റെയാ. ഉണ്ണിക്കുട്ടൻ മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല. വായിക്കണ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ ചതിക്കരുത്. അതവിടെ വെച്ചേരെ. അതിൽ തൊട്ടുള്ള കളി വേണ്ട. വേണ്ടതല്ലേ പറഞ്ഞത്? ഏയ്, ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. അതൊക്കെ നിർത്താൻ. ഒന്ന് നിർത്ത് ഭാഷ. കൈറ സബി. ഇല്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ആര്? യമുന തമ്പുരാട്ടി. യമുന തമ്പുരാട്ടിയോ? എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി. അങ്ങനെ തന്നെയാണ് പറഞ്ഞേ. അയ്യോ ചെവി. കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട. ഓ, എന്റെ ക്രോസ് തിരുമേനി, ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. വേഗം.
തമ്പുരാട്ടി തനിച്ചേ ഉള്ളൂ? അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ, നിന്നേ. എല്ലാം ഒന്ന് കഴിയട്ടെ, രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. ബാലേട്ടൻ കൊണ്ടാ യമുന തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണമെന്ന്. എന്റെ അമ്മേ, ബാലേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ള നീയും വാടാ ശബിയെ, എന്തുട്ടി ഇടിയാലും നമുക്ക് പപ്പാതി പോരെ. അത് മതി. വാ. അയ്യോ, നോക്കി ഇറങ്ങട്ടാ. ആരെവിടെ മൃദംഗം വായിച്ചത്? അപ്പൊ ഞാനാ എങ്ങനെ കൊള്ളാമോ? ചേച്ചിക്ക് സുഖമില്ലാതിരിക്ക, ഇവിടെ മൃദംഗം വായിക്കരുന്ന് അറിഞ്ഞൂടെ? ഞാൻ കൊള്ളാലോടാ. എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡോ ഇത് തൂക്കിക്കൂടായിരുന്നോ? നോ പാർക്കിംഗ്. ഇടോ നന്ദിനിക്കുട്ടി, വേണ്ട. ആരാ മൃദംഗം വായിച്ചത്? ഞാനല്ല, ഇയാളാ. ഒന്നകത്തേക്ക് വരൂ. വേഗം ചെല്ല്. കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ. മോൻ മുഴുവൻ എടുത്തോട്ടോ. വേഗം ചെല്ലിടാ. നിങ്ങളാണോ മൃദംഗം വായിച്ചത്? അതെ. എന്തേ, അബദ്ധായോ? എന്താ ചെയ്യാ തമ്പുരാട്ടി, മൃതകം കണ്ട ബലം വായിക്കും. രണ്ടെണ്ണം വീശിയ പിന്നെ പറയേ വേണ്ട, തകർത്തങ്ങോട്ട് വായിക്കണം. ഞാൻ കാരണം തമ്പുരാട്ടിയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ വായിക്കില്ല കേട്ടോ. ഒന്ന് നിൽക്ക. നിങ്ങൾ ഇനിയും വായിക്കണം. എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ. തമ്പുരാട്ടി മരിക്കാൻ പോവാ, നല്ല കാര്യായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയും ഒക്കെ അടുത്ത് കാണണതേ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ? മുഖം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന്. തമ്പുരാട്ടി ഭയങ്കര സുന്ദരിയാ. എങ്ങനെയുണ്ട് ബാലേട്ടാ? ശരിക്ക് കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു. പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല തമ്പുരാട്ടി. എന്താ ബാലേട്ടാ? തമ്പുരാട്ടി കണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്. പിന്നെ മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ പിന്നൊരു കിസ് തന്നടാ. ബാലേട്ടാ, ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കിൽ വേണ്ട. ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ട് ഓഫ് ഫാഷനാ.